ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ഡോം ടൂർ കണ്ടാലോ. ഡോം എന്ന് പറയുമ്പോൾ റഷ്യനിലോ വീടെന്നാണ് മീനിങ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഡോമിൻ്റെ ഒരു ചെറിയ ടൂർ കാണിച്ചു തരാം. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ലിവിംഗ് റൂം ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം ഉണ്ട്. ആ ലിവിംഗ് റൂമിൻ്റെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ ഒരു സൂപ്പർ ബാൽക്കണി ഉണ്ട്. എൻ്റെ പൊന്നോ, അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താ പറയുക, നമ്മുടെ ഒരു ഡ്രീമി വെക്കേഷൻ അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു അവിടെ നിന്ന് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ. പിന്നെ ലിവിംഗ് റൂമിൽ ഒരു വലിയ TV ഉണ്ട്. ഒരു ഗുണവും ഇല്ല, കാരണം അവിടെ ഒന്നാമത് നമുക്ക് റഷ്യയിൽ യൂട്യൂബ് കിട്ടണമെങ്കിൽ VPN ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, കാർഡിൻ്റെ ഒത്ത നടക്കുക കാരണം റേഞ്ചും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ നമുക്ക് ഡിസ്പോസിബിൾ സ്ലിപ്പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ആൾക്കാർ വരുന്നു അതിനനുസരിച്ചിട്ട് അവർ വെക്കും. എൻ്റെ കാല് പിന്നെ ഭയങ്കര വലുതായ കാരണം എനിക്ക് ചെരുപ്പ് കറക്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ബാൽക്കണി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എടുത്ത ബാത്റൂമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ കുളിക്കാനൊന്നും നിൽക്കില്ല, ബട്ട് ഈ ബാത്റൂം കണ്ടിട്ട് എനിക്ക് കുളിക്കാതിരിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് രസമായിരുന്നു. പിന്നെ സെയിം ഇവിടെ നമുക്കൊരു ടൂത്ത് പേസ്റ്റും ബ്രഷൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട്. പിന്നെ ഒരു ചെറിയ ക്യൂട്ട് സ്മോൾ കിച്ചൺ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 2 റൂംസാണ്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പം എന്താ പറയുക, ഒരു റൂം, ഒരു ലിവിങ് ഏരിയ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. ഒരു ചെറിയ ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. ഒരു A-ഫ്രെയിം സ്ട്രക്ചറിലാണ് വെച്ചേക്കുന്നത്. പക്ഷേ 2 റൂമും ഒരു ലിവിംഗ് റൂമും ഒരു ബാൽക്കണിയും കിച്ചണും ഡൈനിങ് ഏരിയയും എല്ലാം കൂടെ ചേർന്നൊരു സൂപ്പർബായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരുന്നത്. പിന്നെ നമുക്ക് തിങ്സ് ഒക്കെ വെക്കാനായിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മുടെ ബ്യൂട്ടിഫുൾ സ്റ്റേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗായ്സ്.